Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. പ്രാർത്ഥന ചെയ്യാനാണ്. Okay, പറഞ്ഞോളൂ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനാണിയും മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണി ഭൂവിൽ കാരണനായുള്ള തമ്പുരാനേ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനാണിയും മിഴികളോടെ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും കരുവിനെ ഉന്മയിൽ സ്നേഹിച്ചും ആദരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനാണിയും മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണി ഭൂവിൽ കാരണനായുള്ള തമ്പുരാനേ. താങ്ക് യു മിസ്. Quotes of the day sign in ആരാ പറയണേ? ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് വിദ്യ. എവരി സൺറൈസ് ബ്രിങ്സ് എ ന്യൂ ഓപ്പർച്യൂണിറ്റി ടു ഷൈൻ ബെറ്റർ ദാൻ ബിഫോർ. ഓരോ സൂര്യോദയവും മുമ്പത്തേക്കാൾ തിളക്കമാർന്ന ഒരു പുതിയ അവസരം നൽകുന്നു. താങ്ക് യു മാം. Okay, thank you. Quotes of the day and thoughts of the day. Okay. നമ്മളുടെ എത്ര റെക്കോർഡ് ഇപ്പൊ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്? മൈ കളക്ഷൻ ബുക്ക് എല്ലാവരെയും കംപ്ലീറ്റ് അല്ലേ? അതെ. Okay. Action plan സ്റ്റോറി ബുക്കും കംപ്ലീറ്റ് അല്ലേ? മൂന്ന് റെക്കോർഡ്സ് കംപ്ലീറ്റ് അല്ലേ എല്ലാവരുടെയും? അതെ മാം, കംപ്ലീറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് റെക്കോർഡാണ് പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് ആണ്. ഓക്കെ, നമുക്ക് അതിന്റെ ടോപ്പിക് നോക്കാം. പസിൽസ് ആൻഡ് ആക്ടിവിറ്റി ബുക്ക് ഇത്തിരി വലുത് നല്ലതായിരിക്കും കേട്ടോ. കുറച്ച് പേജസ് കൂടുതൽ ആവശ്യമുള്ള ബുക്കാണ് പസിൽസ് കളക്ഷൻ ബുക്ക് എന്ന് പറയുന്നത്. മായ സൗണ്ട് ഒന്ന് ഓഫ് ചെയ്യോടാ. ഞാൻ റെക്കോർഡ് പേജ് അത്യാവശ്യം വലിയൊരു ബുക്ക് എടുത്താൽ മതി, കാരണം കുറച്ച് കൂടുതൽ ഉണ്ട് നമുക്കിത് പസിൽസ്, കുട്ടികൾക്ക് ഇഷ്ടമുള്ള പസിൽസുകള്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ ആക്ടിവിറ്റി എന്താണ്? ഗീവ് ഫിനിഷിംഗ് ടച്ച് ആൻഡ് കളർ. യു ഷുഡ് പേസ്റ്റ് or draw an incomplete picture of anything like birds, animals, etc. അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി അല്ലേ കളറിങ്. അപ്പൊ നമ്മൾ കളറിംഗ് ബുക്സിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു ഇമേജ് തന്നിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യാനായിട്ട് കളർ ചെയ്യാൻ വേണ്ടി നമുക്ക് തരുന്നൊരു ഇമേജുകൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഇമേജ് അത് നിങ്ങൾക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഇപ്പൊ മിക്കി മോസിന്റെ ഒക്കെ ഇമേജ് ഉണ്ടാവില്ലേ പിള്ളേരെ, മിക്കി മോസിന്റെ ഒക്കെ ഇമേജ് കൊടുത്തിട്ട് അത് കളർ ചെയ്യാനായിട്ട് ഇപ്പൊ ബ്ലാക്ക് റെഡും വെച്ചിട്ടൊക്കെ നമുക്ക് കളർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ കളർ ചെയ്യണ്ട, ജസ്റ്റ് ഗീവ് എ ഫിനിഷിംഗ് ടച്ച് ആൻഡ് കളർ. ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളത് കണ്ടിട്ടുണ്ടാവും, നമ്മളത് വരച്ചിട്ട് ഫുൾ ആയിട്ട് കളർ ചെയ്യേണ്ടി വരും. കളർ പറയാമോ? ക്ലിയർ ആവുന്നില്ല.
ഓക്കേടാ. അതിലെ ഒരു ഇമേജ് ആണ് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ഇമാജിനേഷനിലേക്ക് ഒരു മിക്കി മൗസിന്റെ ഇമേജ് കൊണ്ടുപോകും. മിക്കി മൗസിന്റെ ഇമേജില് കുറച്ച് സ്ഥലങ്ങള് പെൻസിൽ ഒന്നും കളറൊന്നും ചെയ്യാത്ത ജസ്റ്റ് ഒരു ഔട്ടർ മാത്രം വരച്ചിട്ടുള്ള ഇമേജ് ആണ് ഈ പറയുന്നത്. എന്നിട്ട് അതിൽ ലൈൻസ് എന്ത് ചെയ്ത് കൊടുക്കണം, ഒരു വിട്ട് ഇട്ട് കൊടുക്കണം, ചെറിയ ചെറിയ ലൈൻസ് കൊടുക്കുക. എന്നിട്ട് അത് ലൈൻസ് ജോയിൻ ചെയ്ത് ആദ്യം തന്നെ ആ ഇമേജ് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാം, കളർ ചെയ്യാം. മനസ്സിലായോ? നമ്മള് കളർ അടിക്കണോ നമ്മള്? നിക്ക ഒരു മിനിറ്റ്, ഞാൻ ഈ ഒരു ജസ്റ്റ് 1 മിനിറ്റ്. എന്താണ് പറഞ്ഞത് മോൻ? അല്ല, ഇത് കളറും അടിക്കണം അതോ നമ്മള് പിക്ചർ മാത്രം മാത്രം വരച്ചാൽ മതി. നമ്മൾ ജസ്റ്റ് പിക്ചർ മാത്രം വരച്ചിട്ടില്ലേ? മനസ്സിലായി മനസ്സിലായി മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ കുട്ടികളുടെ ആക്ടിവിറ്റി ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതേപോലത്തെ. കണ്ടിട്ടുണ്ടോ? ആ, അല്ലെങ്കിൽ കളിക്കൊടുക്കൊക്കെ പോലത്തെ ഉണ്ടാവുമല്ലോ അല്ലെ? അല്ലെങ്കിൽ പിക്ചേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, ആയിട്ട് ക്ലിയർ ആയി എല്ലാവർക്കും? ക്ലിയർ ആയി മാം. ഒരു ഇമേജ് കൊടുക്കുക, ആ ഇമേജ് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ആ ഇമേജ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതിൽ എഴുതാം. ദെൻ കളറും ചെയ്യാം. നിങ്ങൾ കളർ ഒന്നും ചെയ്യണ്ട, ആ ഇമേജ് മാത്രം അതിൽ ഇത് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് വേർഡ് പസിൽസ് ആണ്. നോക്കാട്ടാ, വേർഡ് പസിൽസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് വേർഡ്സുകൾ ഒരുമിച്ച് ഒരു ബോക്സിൽ തന്നിട്ടുണ്ടാവും. അതിൽ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള അനിമൽസോ ബേർഡ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 ബേർഡ്സ് ഓർ അനിമൽസ്, 3 ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 അനിമൽസിന്റെയോ 3 ബേർഡ്സിന്റെയോ എന്താ സ്പെല്ലിങ്ങുകൾ അതിൽ കൊടുക്കുക. എന്നിട്ട് നമ്മളോട് പറയാ, ട്രേസ് ചെയ്യാൻ വേണ്ടി പറയണം. അപ്പൊ നമ്മള് ആ പസിൽ ബോക്സ് മാത്രം കൊടുത്താൽ മതി. ഇപ്പൊ ആ ക്വസ്റ്റ്യൻ എഴുതാം, വേർഡ് പസിൽ. രണ്ടാമത്തെ ആക്ടിവിറ്റി ആണ് വേർഡ് പസിൽ. There are 3 birds. ഇപ്പൊ ബേർഡ്സ് ആണെങ്കിൽ ബേർഡ്സ് എന്ന് പറയാം. 3 birds hidden in alphabets show. താഴെ തന്നിരിക്കുന്ന ബോക്സ് ട്രാക്ക് ദം. താഴെ തന്നിരിക്കുന്ന ബോക്സിൽ ഹിഡൻ ആയിട്ടുള്ള ആൽഫബറ്റ്സ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ ബേർഡ്സിന്റെ കുറെ ബേർഡ്സുകളുടെ സ്പെല്ലിങ്ങുകൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും. സ്പെല്ലിങ് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ, ആൽഫബറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും. ആ ആൽഫബറ്റ്സ് നോക്കിയിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് ഒരു ബേർഡിന്റെ പേര് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് കുട്ടികളോട് പറയുന്നത്. നമ്മൾ ബേർഡിന്റെ പേരൊന്നും ആൻസർ ഒന്നും വേണ്ട, ജസ്റ്റ് ആ പസിൽ മാത്രം എഴുതിയാൽ മതി. രണ്ടാമത് മനസ്സിലായോ? രണ്ടാമത് മനസ്സിലായി. ഓക്കെ, മൂന്നാമത്തത് നോക്കാം. Name of the item shown in the picture are given in alphabets below. ഒരു എന്തെങ്കിലും ഐറ്റംസിന്റെ എന്ത് ചെയ്യാ, പേരുകൾ ആൽഫബറ്റ്സിൽ കൊടുക്കാം. നമ്മൾ ആൽഫബറ്റ്സ് ബോക്സിൽ കൊടുക്കും. എന്നിട്ട് അതിന്റെ പിക്ചേഴ്സ് ലെഫ്റ്റ് സൈഡിൽ പേസ്റ്റ് ചെയ്യണം. Find them and give appropriate colors to the alphabets box. Something like crossword. Crossword കണ്ടിട്ടുണ്ടോ? ബോക്സിൽ നമ്മൾ ക്രോസ്വേർഡ് വരയ്ക്കാറില്ലേ? യെസ് മാം. അപ്പൊ അതേപോലെ ക്രോസ്വേർഡ് വരച്ചിട്ട് അതിന് ബോക്സ് വരയ്ക്കാം. എന്നിട്ട് ഇമേജ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യുക, പസിൽസ് പോലെ കൊടുക്കാം. ജസ്റ്റ് ഞാൻ ക്രോസ്വേർഡ് നമ്മളിപ്പോ ഇതിലൊക്കെ എന്തൊക്കെയും കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാവാം. ഇതേപോലത്തെ അല്ല കേട്ടോ, ഇത് ഫുള്ള് ഇമേജസ് ഇല്ല. ജസ്റ്റ് നോക്കട്ടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുഞ്ഞു കുട്ടികളുടെ ബുക്കില് അവർക്ക് ആ ഇമേജസ് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇതില് ഫുൾ ആൽഫബറ്റ്സ് ഇല്ല. ഈ ഒരു ഇമേജ് കാണിച്ചത് ഇതിൽ ഫുൾ ആൽഫബറ്റ്സ് ഇല്ല, കളറുകളാണ് തോന്നുന്നത്. സ്റ്റാർ, ഓക്കെ, അതിൽ ഷേപ്സ് ആ വന്നിരിക്കണേ. അപ്പോ നേരത്തെ ഷേപ്സിന്റെ കാര്യം പറഞ്ഞിരിക്കണം, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കണേ. അപ്പോ ഇതിൽ നമ്മള് പറഞ്ഞത് ഇതേപോലത്തെ വേർഡ് പസിലാണ് അടുത്തത്. വേർഡ് പസില, സോറി, ക്രോസ് വേർഡ്സ് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഫുൾ ആൽഫബറ്റ്സ് ഒക്കെ ആയിട്ടൊരു ബോക്സ്, അതില് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സിന്റെ പേരുകൾ ഉണ്ടാവും. അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാനാണ് കുട്ടികളോട് പറയുന്നത്. നമ്മൾ ഇതൊന്ന് റെഡി ആക്കിയാൽ മതി, നമ്മളൊന്നും ചെയ്യണ്ട, ആൻസർ ഒന്നും നമ്മൾ ചെയ്യണ്ട. അതൊക്കെ കുട്ടികൾക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ മൂന്നാമത് കിട്ടിയോ? ഇല്ല അല്ലെ? ഓക്കെ, ഒന്നും കൂടി പറയാം.
ഇപ്പോ ഞങ്ങളുടെ റെക്കോർഡിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, കുറച്ച് മൃഗങ്ങൾ അനിമൽസിന്റെ ഫോട്ടോസ് ഉണ്ട്, കുറച്ച് ബേർഡ്സിന്റെ ഫോട്ടോസ് ഉണ്ട്, കുറച്ച് ഇങ്ങനെ ടാപ്പ്, കീ, ബോള് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ഇമേജസ് ഉണ്ട്. പിന്നെ ഐസ് അങ്ങനെയൊക്കെ ഉണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് കുറച്ച് ബോക്സിൽ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഓർഡറിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇപ്പൊ അതിലാണെങ്കിൽ ഈ ഒട്ടിക്കാം, ഇമേജസ് ഒക്കെ ഒട്ടിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്, ഞാനിത് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ. 1 മിനിറ്റ് 1 മിനിറ്റ്.
മിസ് ഒന്നും കേൾക്കുന്നില്ലല്ലോ. ക്ലാസ് നടക്കുന്നുണ്ടോ? 5 minutes start. ഇപ്പൊ ഞാൻ ആ മോഡൽ ഇടാം കേട്ടോ ഗ്രേസിലേക്ക്, ക്ലാസ് റൂമിലേക്ക് ഇടാവേ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട് ഇമേജ്? എനിക്ക് തോന്നുന്നു സ്കാൻ ചെയ്ത കോപ്പി ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ക്യാമറ തിരിച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ഫസ്റ്റത്തെ ഇമേജ് ഞാൻ പറഞ്ഞ പോലെ മിക്കി മൗസിന്റെയാണ്. ഇനി ഇത് ആരുടെയും റെക്കോർഡിൽ കാണാൻ പാടില്ല. ഈ ഒരു ഇമേജ് കോപ്പി അടിക്കാൻ പാടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പറഞ്ഞ നമ്മള് ഗിവിങ് എന്താണ് ഒരു ഫിനിഷിംഗ് ടച്ച് കൊടുക്കാൻ പറഞ്ഞത്. ഇവിടെ കണ്ടോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ ഇങ്ങനെ വരയ്ക്കാനുള്ള ഒരു സ്പേസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അതേ കൊടുത്തിട്ടുണ്ട്. ഒന്നും കാണുന്നില്ലേ നിഷ? കാണാം മാം. മോന്റെ എന്തോ പ്രശ്നമാണോ വെച്ചാൽ ഒന്ന് നോക്കട്ടോ. അപ്പൊ അങ്ങനെ ഫിനിഷിംഗ് ടച്ച് കൊടുക്കുക. പിന്നെന്താണ് നേരത്തെ പറഞ്ഞത് വേർഡ് പസിൽ അനിമൽസിന്റെ പേഴ്സിന്റെ കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ there are 4 animals hidden in the alphabet stone. ഇതില് 4 animalsന്റെ പേരുണ്ട്. അപ്പൊ അത് നമ്മൾ മാർക്ക് ചെയ്യണം. ജസ്റ്റ് കണ്ടോ ലയൺ, ഫോക്സ്, അപ്പൊ അങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും. അനിമൽസിന്റെ തന്നെ വേണമെന്നില്ല, ബേർഡ്സിന്റെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നോക്കി കുറച്ച് ഇമേജസ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനത് അല്ലെ? Name the item shown in the picture and give the alphabets. നമുക്ക് ഈ ഒരു ബോക്സ് ഈ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു നെയിംഡ് ഐറ്റംസ് കൊടുക്കുക. പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പുറത്തെ സൈഡിൽ അതിനുള്ളൊരു ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ എന്താണ് ജിറാഫിന്റെ ഇതാണ് മാർക്ക് ചെയ്തത്. പിന്നെ ഐ ഉണ്ട്. സോ ഇവിടെ EYI അത് ഒരെണ്ണം മാർക്ക് ചെയ്താൽ മതി. ബാക്കിയെല്ലാം കുട്ടികൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ക്ലിയർ ആയോ? ആ ഒരു പോർഷൻ, ആ ഒരു ആക്ടിവിറ്റി ക്ലിയർ ആയോ? ഇത് രണ്ടാമത്തെ ആക്ടിവിറ്റി അല്ലേ? രണ്ടാമത്തേല് അനിമൽസിന്റെ പേര് മാത്രം, അനിമൽസിന്റെ ബേർഡ്സിന്റെ പേര് മൂന്നെണ്ണം അല്ലേ പറയും, 4 കൊടുക്കാനേ പറഞ്ഞുള്ളത്. ഇത് അനിമൽസ് തന്നെ ആവണമെന്നില്ല. ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ആ കുട്ടി ചെയ്യുന്നതനുസരിച്ച് അനിമൽസിന്റെ ഇട്ടിരിക്കാനാണ്. പക്ഷെ വേറെ കൊടുക്കാം. ബേർഡ്സ് ഉണ്ട്, ഇപ്പൊ ഐ ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ ഷേപ്പുകൾ കൊടുക്കുക, ചിലപ്പോൾ കളേഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പറ്റുന്ന കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇമേജസ് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, ഒരു വേർഡ് പസിൽ നിങ്ങൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് വൺ ഒന്ന് കാണിക്കോ? സെക്കൻഡ് വൺ ഓക്കെ. സ്ക്രീൻഷോട്ട് എടുക്കല്ലേട്ടാടാ, മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. നോക്കി ഇവിടെ നോക്കി ലയൺ കണ്ടോ? ലയൺ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഓരോന്നും നമുക്ക് ആ ഒരു ഇതിൽ 5 പേരുകൾ മാർക്ക് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻസും ഇതിന്റെ ഒരു മോഡൽ മാത്രം ക്രിയേറ്റ് ചെയ്യാൻ മതി. ആൻസർ ഒന്നും ആരും എഴുതണ്ട കേട്ടോ. ഇതേപോലെ ചെയ്താൽ മതി അല്ലേ? ആനിമൽസിന്റെ നെയിം ഇതുപോലെ അടുപ്പിച്ചെല്ലാം ഒരേ ലെറ്റർ എല്ലാം അടുപ്പിച്ച് ഇങ്ങനെ എഴുതണോ? അടുപ്പിച്ച് അങ്ങനെ എഴുതണം, എന്നാലാണ് അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് വേർഡ് പസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കോപ്പി അടിക്കരുത്. നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വരാതെ വന്നപ്പോഴാണ് ഞാൻ ആ കൊച്ചു എടുത്തിട്ടത്. ഒരാളും എന്ത് ചെയ്യരുത്, നോക്കി അതേപോലത്തെ തന്നെ ചെയ്യാൻ നോക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ളത് ചെയ്യണം. ഓക്കെ, നാലാമത്തെ പോയിന്റ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എന്താണ്? മേക്ക് എ ബ്യൂട്ടിഫുൾ കലണ്ടർ ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് ബേക്കിംഗ്. നമുക്ക് ഇത് ഏതാ വർഷം? 2025 ആണ്. അപ്പൊ നമുക്ക് ഈ വർഷത്തെ കലണ്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാവരും? 2025 കലണ്ടർ ക്രിയേറ്റ് ചെയ്യാലോ? ഓക്കെ, ഇപ്പൊ ജാനുവരി 2025 കലണ്ടറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന കലണ്ടർ എനിക്ക് തോന്നുന്നു 2017 കലണ്ടർ ആണ്. അപ്പൊ ജനുവരി 2017 കലണ്ടർ ആണ്. അപ്പൊ അത് പറഞ്ഞിട്ടുള്ളത് ചൈൽഡ് ലേബറും ചൈൽഡ് ബെഗിങ്ങും അവയർനെസ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കോഡ്സ് എഴുതാം. ഇതിവിടെ കണ്ട കോഡ്സ്. ഇപ്പൊ കലണ്ടർ ആണ് 2017 ജനുവരിയിലെ. സേ നോ ടു ചൈൽഡ് ലേബർ ആൻഡ് സേ
S2 ചൈൽഡ് എഡ്യൂക്കേഷൻ. ഒരു അവയർനെസ് കിട്ടാണ്, ചൈൽഡ് ലേബർ പാടില്ല. ചൈൽഡ് അവയർനെസിനെ കുറിച്ച് നമുക്കൊരു എന്ത് കിട്ടി, അവയർനെസ് കിട്ടി ചൈൽഡ് എഡ്യൂക്കേഷനെ കുറിച്ച്. അപ്പൊ എല്ലാ കലണ്ടറിലും അതേപോലത്തെ കോഡ്സുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. ജാനുവരി, ഫെബ്രുവരി അങ്ങനെ 12 മാസം 12 മന്ത്സിന്റെയും കലണ്ടറുകൾ എഴുതാം. ദെൻ എന്ത് ചെയ്യാം, അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ആ കറക്റ്റ് ആയിട്ട് മൺഡേ ട്യൂസ്ഡേ ആ ഡേറ്റുകളൊക്കെ വെച്ച് കലണ്ടർ പ്രിപ്പയർ ചെയ്യണം 2025. ഓക്കെ അല്ലേ? ആ ഒരു പോയിന്റ് ക്ലിയർ ആണോ? 2025 എല്ലാ മന്തിലും ഓരോ കോഴ്സ് ചിൽഡ്രനും ഇതുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. വേണം. എല്ലാ മാസവും ആ കലണ്ടറുകൾ നമ്മളിങ്ങനെ ഇങ്ങനെ മറച്ചു നോക്കുമല്ലോ, അല്ലെങ്കിൽ ആ കോഴ്സുകൾ കമ്പൽസറി ആയിട്ട് വേണം. എല്ലാ മാസത്തിലും കോഴ്സുകൾ വേണം. ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. 2025 ആണ്. ഈ വർഷത്തെ കലണ്ടർ എടുത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഇമേജസ് ഒക്കെ അവിടെ കൊടുക്കുക. വരയ്ക്കുന്ന കുട്ടികളുണ്ടല്ലോ നമ്മുടെ കയ്യിൽ. ഒന്നുകൂടെ ഒന്ന് കാണിക്കുമോ? എന്താണ്? 4ാമത്തെ ഒന്നുകൂടെ ഒന്ന് കാണിക്കുമോ? ഓക്കെ, 4ാമത്തെ ഒന്നും കൂടി കാണിക്കാം ലാസ്റ്റ്. മിസ്, ഈ തോട്ട് എഴുതാൻ പറഞ്ഞത് കുട്ടികളുമായി ബന്ധപ്പെട്ടതാണോ ഇതിന്റെ? ചൈൽഡ് ലേബറിനെ കുറിച്ചിട്ട് അവയർനെസ് കിട്ടുന്ന രീതിയിലത്തെ കോഴ്സ് ആണ് എഴുതേണ്ടത് കേട്ടോ. ഞാൻ ആദ്യത്തെ കോഴ്സ് വായിച്ച് കേൾപ്പിച്ചതല്ലേ നിങ്ങൾക്ക്? ഏതായിരുന്നു ഇത്? ചൈൽഡ് സേ നോ ടു ചൈൽഡ് ലേബർ ആൻഡ് സേ യെസ് ടു ചൈൽഡ് എഡ്യൂക്കേഷൻ. കുട്ടികളോട് എന്ത് പറയാൻ പഠിപ്പിക്കണം? ചൈൽഡ് ലേബറിന് എതിരെ നോ പറയാൻ പഠിപ്പിക്കണം. അവർക്ക് എന്താണ് ആ ഒരു ഏജിൽ ആവശ്യം? ചൈൽഡ് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, അടുത്തതാണ് ഇതേപോലത്തെ ഇമേജസ്. മേക്ക് എ ബ്യൂട്ടിഫുൾ കലണ്ടർ എന്ന് പറഞ്ഞു. അടുത്ത പോലെ കേട്ടോ, 4ാമത്തെ കഴിഞ്ഞിട്ട് 5ാമത്തെ. ദ പിക്ചർ ഷോ ദ പാർട്ട് ഓഫ് ഡ്രോയിങ് ജോയിൻ കളർ കറക്റ്റ്ലി. നമുക്ക് 3-4-5 പിക്ചർ തന്നിട്ടുണ്ടാവും. നമ്മുടെ എന്താണ് ഒരു പിക്ചറിന്റെ എലിഫന്റിന്റെയാണ് ഈ ഒരു റെക്കോർഡിലുള്ളത്. എലിഫന്റിന്റെ 3-4-5 പാർട്ടായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, 1, 2, 3, 4 എന്നുള്ള രീതിയിൽ കറക്റ്റ് ആയിട്ട് അത് ജോയിൻ ചെയ്യണം. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കണ്ടോ, ഫസ്റ്റ് ഏത് ഇമേജ്? ഇതൊന്ന്. ഇതിനോടൊപ്പം ഏത് ജോയിൻ ചെയ്യണം? 2 ആണോ? പിന്നെ ഏതാണ് ജോയിൻ ചെയ്യേണ്ടത്? 3. അങ്ങനെ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് കുട്ടികളോട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമേജ് ഇതേപോലെ നിങ്ങൾ എല്ലാവരും എലിഫന്റിന്റെ തന്നെ കോപ്പി അടിക്കണമെന്നില്ല കേട്ടോ. ഞാൻ എല്ലാവരും റെക്കോർഡ് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു റെക്കോർഡിന്റെ മോഡൽ ആവാൻ പാടില്ല. പ്ലീസ് കോപ്പി അടിക്കരുത് കേട്ടോ. നമ്മൾ നമ്പർ ഇടണം. ആ നമ്പർ ഇടണം. അത് അവര് ചെയ്യേണ്ടത്, കുട്ടികളാ ചെയ്യേണ്ടത്. 1, 2 അത് നമ്മൾ ചെയ്യേണ്ട. ആ ഡ്രോ ചെയ്താൽ മതി. ദ പിക്ചർ ഷോസ് ദ പാർട്ട് ഓഫ് ഡ്രോയിങ് ഹൗ ടു ജോയിൻ കറക്റ്റ്ലി. അത് അവരാ ചെയ്യേണ്ടത്. നമ്പേഴ്സ് ഇടുന്നത് ആരാണ്? കുട്ടികളാണ്. ഓക്കെ, പിന്നെ 6ാമത്തത്. ഓക്കെ, ഫോളോയിങ് പിക്ചേഴ്സ് 1, 2, 3 ആർ കോപ്പീസ് ഓഫ് എ. നമ്മളത് കണ്ടിട്ടുണ്ടാവും. ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ്. 1, 2, 3 എന്ന് പറയുന്നത് ആദ്യത്തെ പിക്ചറിന്റെ സെയിം ആണ്. അപ്പൊ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ്. കണ്ടോ, ഓരോ എന്ന് പറയുന്ന പിക്ചർ ഇതിൽ നിന്ന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഡിഫറൻസുകൾ. കുറെ പസിൽസ്, റാബിറ്റിന്റെ തന്നെ വേണമെന്നില്ല, വേറെ പസിൽസുകൾ ഇതേപോലത്തെ നമ്മൾ നോക്കാം. ഓക്കെ, ഇനി ഒരു പിക്ചർ കാണിച്ചിട്ട് അതിനെ കുറിച്ചൊരു സ്റ്റോറി എഴുതാൻ പറയാം. അത് വേണമെങ്കിൽ നമുക്ക് ഒരു പിക്ചർ നമ്മള് ഒരു എന്താണ് മങ്കിയും ഒരു ഇതിന്റെ ഒരു കഥയില്ലേ നമുക്ക്, മങ്കി ആ തൊപ്പി എടുത്ത് ആ ഒരു കഥയില്ലേ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നതാണ്. ക്യാപ്സലർ. ഓക്കെ, അതിന്റെ ഒരു കഥയുണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഇമേജ് കാണിച്ചിട്ട് നമുക്ക് കുട്ടികളെ കൊണ്ട് അതിന്റെ കഥ എഴുതിപ്പിക്കാൻ പറയാം. ഓക്കെ, അത് നല്ലതല്ലേ? നമ്മൾ അത് സ്റ്റോറി എഴുതണോ? സ്റ്റോറി നമ്മൾ എഴുതണ്ട, അവരോട് പറയാം. സ്പേസ് കാണിക്കണം. ജസ്റ്റ് ഇത് നോക്കി, ഷോ ദ പിക്ചർ ടു ദ സ്റ്റുഡന്റ്, ലെറ്റ് ദം ടു റൈറ്റ് എ സ്റ്റോറി അബൌട്ട് ഇറ്റ്. ഇതിൽ ഇങ്ങനെ ഒരു ഇമേജ് കൊടുത്തിരിക്കണം, അതിനെ കുറിച്ച് ഒരു സ്റ്റോറി പറയാനാ പറഞ്ഞിരിക്കണം. അതേപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇമേജ് കൊടുത്തിട്ട് അവരോട് പറയാം, നിങ്ങൾക്ക് ഇത് അറിയുന്ന ഒരു കഥ നിങ്ങളൊക്കെ ഉണ്ട്. സോ ഓൺ ക്രിയേഷൻ. നമുക്ക് ഇതൊരു ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് 2-ലും 3-ലൊക്കെ കുട്ടികൾക്ക് വരാറുണ്ട് ഇല്ലേ? അതേപോലെ ചെയ്യും. ഓക്കെ, ഇനി റിവേഴ്സ് കളറിംഗ്. ആസ് പെർ ചൈൽഡ് ഇമാജിനേഷൻ കളർ ദ വൈറ്റ് പാർട്ട് ഓഫ് ദ പിക്ചർ. അപ്പൊ നമ്മള് ഈ വൈറ്റ് പാർട്ടുകളുണ്ടോ, റിവേഴ്സ് കളറിംഗ് ആണ്. ബാക്കിയുള്ള പാർട്ടൊക്കെ നമ്മൾ കളർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വൈറ്റ് പാർട്ടുകളുണ്ടോ? ആ ബട്ടർഫ്ലൈ ഒക്കെ തന്നെ ആരും വരയ്ക്കേണ്ട കേട്ടോ. അതിന്റെ കളറുകളിൽ കളർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കാം. ഓക്കെ,
അതാണ് 8ാമത്തെ ആക്ടിവിറ്റി, റിവേഴ്സ് കളറിംഗ്. ഇനി ഇൻട്രൊഡ്യൂസ് ഈസി മെത്തേഡ്സ് ടു ഡ്രോ എ പിക്ചർ. ആദ്യം ഒരു റൗണ്ട് വരയ്ക്കും, പിന്നെ രണ്ടാമത്തെ റൗണ്ട് വരയ്ക്കും, അങ്ങനെ ഒരു ഇമേജസ് കാണിക്കാം. ജസ്റ്റ് ഇതേപോലെ പിക്ചേഴ്സ് വരയ്ക്കാനായിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ ഫസ്റ്റ് റൗണ്ട് വരയ്ക്കാം, ദെൻ ഇങ്ങനെ ഇടാം. ഇതേപോലത്തെ തന്നെ കുറെ ഇമേജസ് നമുക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് വരയ്ക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാം. അത് നിങ്ങളിപ്പോ വിചാരിക്കും നിങ്ങൾക്ക് വരയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കണം, കുട്ടികൾക്ക് അത് മനസ്സിലാക്കുകയും വേണം. നിങ്ങൾ ക്ലാസ്സിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന് വേണ്ടി ഒന്ന് പോകുമ്പോൾ ഈ ഒരു ഇമേജ് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റണം എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ ഇത് ചെയ്യണം കേട്ടോ. ഓക്കെ, look at the same picture and look at the picture and draw the same എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോക്സ് ആണ്, ഗിഫ്റ്റ് ബോക്സ് ആണ്. വേണമെങ്കിൽ ബട്ടർഫ്ലൈ എന്തോ കൊടുക്കും ഇവിടെ. എന്നിട്ട് ആ ബട്ടർഫ്ലൈനെ പോലെ തന്നെ ഇപ്പുറത്തെ ബോക്സിൽ കുട്ടികളോട് വരയ്ക്കാൻ പറയാം. അതിനുള്ള സ്പേസ് നമ്മൾ എന്ത് ചെയ്യാൻ കൊടുക്കും. Give the color to the picture using crayons. Crayons യൂസ് ചെയ്ത് ഇപ്പൊ ഈ ഒരു ഇമേജ് കൊടുത്തിരിക്കുന്ന അതിനൊരു കളർ ചെയ്യാനായിട്ട് പറയാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ ചെയ്യാൻ പറയാം. Then find out the odd one. അതിപ്പോ ഈ ഒരു ഇതിൽ പാർട്ടി കൊടുത്തിരിക്കുന്നത് എന്താണ്, സോപ്പ്, ടവല്, നോട്ട്ബുക്ക്, ദെൻ ബക്കറ്റ് ആണ്. അപ്പൊ ഇതിൽ ഓഡ് വൺ ഏതാണ്? നോട്ട്ബുക്ക് അല്ലേ? ഇതേപോലെ തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്ബുക്ക്, പെന്ന്, പെൻസില്, അതേപോലെ ബോക്സ് വേണമെങ്കിൽ ഒരു ഓഡ് വൺ ആയിട്ട് ഏത് കൊടുക്കാം, സോപ്പ് കൊടുക്കുക. സോ ഓഡ് വൺ ഏതാണ്? സോപ്പാണ്. അപ്പൊ നിങ്ങളുടെ ഇമാജിനേഷനിൽ ഏതാണോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അത്. ഓക്കെ അല്ലേ? ഇത്രയും വരെ ഓക്കെ ആണോ? സ്പീഡിൽ പറഞ്ഞുകൊണ്ടോ? യെസ് മാം. ഇനി അടുത്താണ് കളറിംഗ് ടു നോർമൽ ആൽഫബറ്റ്സ്, ഡിജിറ്റ് A to Z വരെയും കളർ ചെയ്യാൻ പറയുന്നത് 0 to 6. അത് ജസ്റ്റ് ആൽഫബറ്റ്സുകള് പേരുകൾ ഇങ്ങനെ വരയ്ക്കുക, അത് നിങ്ങൾ കുട്ടികളെ കൊണ്ട് കളർ ചെയ്യിപ്പിക്കുക. ഓക്കെ, അതാണ്. അതേപോലെ നമ്പേഴ്സിന്റെ ആണെങ്കിൽ, ഡിജിറ്റിന്റെ ആണെങ്കിൽ ഇതേപോലെ നമ്പേഴ്സ് കൊടുക്കുക. ഓക്കെ, അത് അവരെ കൊണ്ട് കളർ ചെയ്യിപ്പിക്കാനാണ്. ദെൻ ഷോ ദ വേ. നമ്മള് മിക്ക കുഞ്ഞു കുട്ടികളുടെ ഗെയിമുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കളിക്കൊടുക്കുക, അതേപോലത്തെ ചെറിയ ചെറിയ ബുക്കുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഷോ ദ വേ എന്ന് പറഞ്ഞിട്ട് വഴി കാട്ടുക അല്ലെ, വഴി കണ്ടെത്തുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പൂച്ചക്കുട്ടിക്കോ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് അവരുടെ വീട്ടിലെത്താനായിട്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, വഴി പറഞ്ഞു കൊടുക്കുക. അത് ഷോ ദ വേ എന്ന് പറയുന്ന ആക്ടിവിറ്റി. റിവേഴ്സ് കളറിംഗ് ആണ്. ഗീവ് ദ കളർ ടു ദ ആൽഫബറ്റ്സ് യൂസിങ് സ്കെച്ച് പെൻ. സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് ആൽഫബറ്റ്സിന് കളർ ചെയ്യുക. ഓക്കെ, റിവേഴ്സ് കളറിംഗ് ആണെങ്കിൽ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, കളർ ചെയ്യണം. ഇവിടെ ഷാഡോസ് കൊടുക്കുക, ആൽഫബറ്റ്സിന് ഉള്ളിൽ കളർ ചെയ്യാം. ഓക്കെ, അതിന്റെ കറക്റ്റ് ഷാഡോ നമ്മൾ ഒരു ഇമേജ് തന്നിട്ടുണ്ടാവും, അതിന്റെ പോലെ തന്നെ കുറച്ച് ഷാഡോസ് തന്നിട്ടുണ്ടാവും. ദെൻ നമ്മളോട് എന്ത് പറയും, അതിന്റെ കറക്റ്റ് ഷാഡോ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഷാഡോ എന്ന് പറഞ്ഞിട്ട് അതാണത്. Then one of the 3 pictures at the bottom is the part of the picture of the top. Find out. അത് ഞാൻ കാണിച്ചു തരാം. ഒരു 3-4-5 പിക്ചേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഏതിന്റെയാണ് മാച്ച് ദ ഫോളോയിങ് പോലെയാണ്. ഇത് ഏതിന്റെ കാലാണെന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ ആണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഏതിന്റെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് മാച്ച് ചെയ്യാം. ഓക്കെ, 3 പിക്ചേഴ്സിൽ ബോട്ടത്തിൽ കൊടുത്തിരിക്കണേൽ ഏതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത്. അതിപ്പോ ഇതേപോലെ വേണം തന്നെ ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജസ് കൊടുക്കാം. നെക്സ്റ്റ് ഡ്രോ ദ പിക്ചർ. മുന്നേ പറഞ്ഞതൊന്ന് പറയോ, ഒന്നുകൂടെ പറയോ? One of the picture at the bottom is the part of the picture of the top. 3 ഇമേജസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അതിന് താഴെ അതിന്റെ ഏതെങ്കിലും ഒരു പാർട്ട്, എലിഫന്റിന്റെ ആണെങ്കിൽ ഒരു തുമ്പിക്കൈ ആയിരിക്കും തന്നിരിക്കുന്നത്. ബാക്കിയുള്ളത് ചിലപ്പോൾ ലയൺ, ചിലപ്പോൾ ടൈഗർ ആയിരിക്കും. അപ്പൊ ടൈഗറിന്റെ ഒക്കെ വാല് അതേപോലത്തെ ടെയിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളോട് കറക്റ്റ് ആയിട്ടുള്ളത് മാച്ച് ചെയ്യാൻ പറയും. അപ്പൊ നമ്മള് എലിഫന്റിന്റെ നേരെ മാച്ച് ചെയ്യണം. കറക്റ്റ് ഷാഡോട് ഒന്ന് പറയൂ. എന്താണ് കറക്റ്റ് ഷാഡോ? ഓക്കെ, ഫൈൻഡ് ഔട്ട് കറക്റ്റ് ഷാഡോ. ഓക്കെ, ഈ ഒരു ഇമേജ് ഫസ്റ്റ് തന്നിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഷാഡോ ഏതാണെന്ന് നമ്മൾ മാച്ച് ചെയ്യണം. കുട്ടികൾക്ക് കൊടുക്കാറുള്ള ഒരു ആക്ടിവിറ്റി ആണ് കറക്റ്റ് ഷാഡോ കണ്ടുപിടിക്കാനായിട്ട്. അതേപോലെ പിന്നെ വന്നിരിക്കുന്ന ഒരു ഇമേജ് ആണ്. ഇപ്പൊ ഒരു ഫിഷിന്റെ തന്നിട്ടുണ്ട്, പിന്നെ ഒരു ക്രോഡ് തന്നിട്ടുണ്ട്, പിന്നെ ഒരു കൊക്കിന്റെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഷാഡോ? ഈ തന്നിരിക്കുന്ന ഇമേജിൽ ഏതിന്റെ ആണെന്ന് ഷാഡോ കണ്ടുപിടിക്കാനാ. അപ്പൊ ക്രോഡാണ് തോന്നുന്നുണ്ട്. ക്രോഡ് കാലുകൾ ഇതേപോലെ ഇരിക്കണം, അതുകൊണ്ട് മാച്ച് ചെയ്താൽ മതി കേട്ടോ.
ഇതിൽ അങ്ങനെയാണ്. അപ്പൊ നിങ്ങളുടെ ഇമാജിനേഷനിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞ പോലെ തുമ്പിക്കൈയുടെ ആണെങ്കിൽ അപ്പൊ തുമ്പിക്കൈ ആനയ്ക്ക് മാത്രമേ തുമ്പിക്കൈയുള്ളൂ. ആനയുടെ ഇമേജ് ഉണ്ടെങ്കിൽ തുമ്പിക്കൈ മാർക്ക് ചെയ്യാം. അതേപോലെ ഡ്രോ ദ പിക്ചർ സെയിം ആസ് ലെഫ്റ്റ് വൺ. നിങ്ങൾക്ക് പറ്റാവുന്ന കുട്ടികൾക്ക് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും പിക്ചേഴ്സ് ഒരെണ്ണം വരച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് പറയാം അതൊന്ന് വരയ്ക്കാനായിട്ട്. ഗീവ് ദ കളർ ടു ദ പിക്ചർ ആസ് പെർ നമ്പേഴ്സ് ഗിവൺ. നമ്മളിപ്പോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും 1, 2, 3. എന്നിട്ട് ഇവിടെ കളറുകൾ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ പറഞ്ഞിട്ടുണ്ടാവും. ആ കളേഴ്സ് ഓരോന്ന് കൊടുത്ത് കുട്ടികളെ കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യിപ്പിക്കാം. ഇനി ഫൈൻഡ് ദ ഡിഫറൻസ് ഇൻ ദ പിക്ചർ. There are 5 difference between these 2 pictures. 2 പിക്ചേഴ്സ് കൊടുക്കണം. ആ 2 പിക്ചേഴ്സിൽ 5 ഡിഫറൻസ് ഉണ്ടെന്ന് പറയണം. അത് കണ്ടുപിടിക്കാൻ പറയണം. നമ്മളൊക്കെ ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ടോം ആൻഡ് ജെറിയുടെ പിക്ചേഴ്സ് ആണ്. അതിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് ആ കുട്ടി അങ്ങനെ ചെയ്തത്. അപ്പൊ അത് അങ്ങനെ കണ്ടുപിടിക്കാം. നമ്മൾ മിക്കപ്പോഴും ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് നിങ്ങൾ, എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഡ്രോ ദ പിക്ചേഴ്സ് ജോയിനിങ് ഡോട്ട്സ്. ഡോട്ട്സ് കൊടുത്തിട്ട് ഒരു പിക്ചർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ ഡോട്ട്സിൽ കൂടെ വരയ്ക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇമാജിനേഷൻ ഒക്കെ ഉണ്ട്, വരയ്ക്കാൻ കഴിവുള്ള കുട്ടികളാണെന്ന് അറിയാം. നല്ല ഡോട്ട്സ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ പിക്ചേഴ്സ് ഒക്കെ ഭംഗിയിൽ വരയ്ക്കുക. അല്ലെങ്കിൽ ട്രേസ് എടുത്താൽ മതി. ട്രേസ് എടുത്തിട്ട് ആ ഇമേജ് എന്ത് ചെയ്യുക, കുറച്ച് ഡോട്ടുകൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് പറ്റും. ഡ്രോ ദ പിക്ചർ ബൈ ജോയിനിങ് നമ്പേഴ്സ് ഇൻ ദ ഓർഡർ. നമ്പേഴ്സ് അനുസരിച്ച് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഇതേപോലെ 1 2ലേക്ക് 2 1ലേക്ക് അങ്ങനെ ആ ഒരു ഓർഡറിൽ നിങ്ങൾ കളർ ചെയ്ത് വെച്ചു. ഓക്കെ, അത് ഇങ്ങനൊരു ഇമേജ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഇമേജുകൾ കളർ ചെയ്യണം. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, ഡ്രോ ദ പിക്ചർ ജോയിനിങ് നമ്പേഴ്സ് ഓർഡർ പറഞ്ഞു. ഫിൽ അപ്പ് ദ മിസ്സിംഗ് ലെറ്റേഴ്സ് ഫിൽ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ എന്തൊന്നാണത്? ഓക്കെ, ഫില്ലപ്പ് സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ്. ഏതെങ്കിലും ഒരു അനിമൽസിന്റെയോ ഇമേജിന്റെയോ ഫ്രൂട്ട്സിന്റെ പേര് കൊടുത്തിട്ട് ആ ഒരു ലെറ്റർ മാത്രം എന്ത് ചെയ്തോ കൊടുക്കുക, ഹൈഫൺ കൊടുക്കുക. ഇത് 1, 2, 3 നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ മാച്ച് ദ പിക്ചേഴ്സ് ആസ് പെർ കണക്ഷൻ. കണക്ഷൻ രീതിയിൽ കണക്ട് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ മാച്ച് ചെയ്യുക. ഇത് തന്നെ ആവണമെന്നില്ല. ക്രിയേറ്റ് എ ഷോർട്ട് സ്റ്റോറി ഓൺ ദ പിക്ചർ. ഒരു ഷോർട്ട് സ്റ്റോറി പിക്ചർ വെച്ചിട്ട് ഷോർട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നമ്മള് സ്റ്റോറി ചില പിക്ചേഴ്സ് വെച്ചിട്ട് സ്റ്റോറീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? മുമ്പ് കളിക്കുടുക്കയിലൊക്കെ അങ്ങനെ ഉണ്ടാവും. നമ്മൾ ആ ഇമാജിനേഷൻ കുട്ടികൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിക്ചർ സ്റ്റോറി ആയിരിക്കും. ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, എഴുതിയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ പിക്ചറിലൂടെ നമുക്ക് ആ കഥകൾ മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ സ്റ്റോറി ബേസ്ഡ് ഓൺ പിക്ചേഴ്സ്. സേ ആൻഡ് റൈറ്റ് ദ കോൺവെർസേഷൻ ആസ് പെർ ഇമാജിനേഷൻ. ഒരു ഇമേജ് തന്നിട്ടുണ്ടാവും, അതനുസരിച്ച് നമ്മൾക്ക് ഇഷ്ടത്തിന് ഒരു കോൺവെർസേഷൻ എന്ത് ചെയ്യാം, നമുക്ക് റൈറ്റ് ചെയ്യാം, കുട്ടികൾക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഫൈൻഡ് ഔട്ട് ഹൈഡിങ് ക്രീച്ചർ. നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുന്ന ക്രീച്ചറിനെ എന്ത് ചെയ്യാം, ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്താ ഹൈഡ് ചെയ്തിരിക്കുന്ന പിക്ചർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത് ചെയ്യാം, ബട്ടർഫ്ലൈ അല്ലേ? ഓക്കെ, അപ്പോ അടുത്തത് കേട്ടോ, അടുത്ത ആക്ടിവിറ്റി ഹൈഡിങ് ക്രീച്ചർ. ഫൈൻഡ് ഔട്ട് ആനിമൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് നമ്മൾ ഓരോന്നും ഓരോ പേരുകളാണ്. അപ്പൊ അതില് ഒരു എന്തായാലും എന്തുണ്ട്, ഒരു അനിമലിന്റെ പേരുണ്ട്. അപ്പൊ ആ അനിമലിന്റെ പേര് എന്താന്നുള്ളത് ഫൈൻഡ് ചെയ്യാനായിട്ടാ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ കൊടുക്കാം. എന്താണ് വിജീഷ? ഇതിന്റെ മുന്നത്തെ എന്താ ചെയ്യണ്ടേ? അത് ജസ്റ്റ് ഒരു ക്രീച്ചറിനെ നിങ്ങൾ ആ ഒരു ഇമേജിൽ ഒളിപ്പിക്കണം. ഈ ഒരു ഇമേജിൽ പൂക്കൾ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഒരു ക്രീച്ചർ എന്നാ പറയുന്നത്, എന്തെങ്കിലും ഒരു ക്രീച്ചർ. ഇതിലെന്താണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ആ കുട്ടി ഒരു ബട്ടർഫ്ലൈനെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ഹൈഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് കാണാത്ത രീതിയിൽ നിങ്ങൾ തന്നെ വരച്ച് നല്ല രീതിയിൽ ഭംഗിയിലാക്കി ഇത് ചെയ്യാം. ഇതില് അനിമൽസിന്റെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതാണ് അനിമൽ എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത്രയുമാണ് ജസ്റ്റ് എനിക്ക് കാണിക്കണമെന്ന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ക്ലിയർ ആവാണ്ടായപ്പോഴാണ് ഞാൻ കാണിച്ചത്. നമ്മളിപ്പോ ഈ കണ്ടത് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ആവരുത് നിങ്ങളുടെ ആരുടെയും റെക്കോർഡ്. ജസ്റ്റ് മോഡൽ മാത്രം ആവണം. എന്താണ്, ജസ്റ്റ് ഒന്ന് റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുന്നതായിരിക്കണം ഞാനിപ്പോ കാണിച്ച റെക്കോർഡിന്റെ വീഡിയോ. ബാക്കി എല്ലാം ഫിനിഷിംഗ് ടച്ച് ആണോ? അത് ഫിനിഷിംഗ് ടച്ച് എന്ന് പറയുന്നത് കുറച്ച് പ്ലേസ് വരയ്ക്കാനും പിന്നെ കുറച്ച് പ്ലേസ് കളർ ചെയ്യാനുള്ള രീതിയിൽ കൊടുക്കണം. കണ്ടോ?
മിസ് ഇതെല്ലാം നമ്മള് വരയ്ക്കുക തന്നെ വേണം, അത് ഇമേജസ് ചെയ്യാവോ അതോ വരയ്ക്കാതെ തന്നെ ചെയ്യണോ? വരയ്ക്കാതെ ചെയ്യാം, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, നിങ്ങളുടെ ഓരോരുത്തരുടെ രീതി. ഇപ്പൊ കലണ്ടറൊക്കെ നിങ്ങൾ വരയ്ക്കുകയാണ് വേണ്ടേട്ടാ, അത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നതൊക്കെ വരയ്ക്കാം. അല്ലാതെ നമ്മളുടെ ഒരു എഫേർട്ട് അതിൽ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, നമുക്കത് ഭാവിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. 1 to 8 ഫസാന ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മോൻ ഇതിന്റെ റെക്കോർഡ് വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ബാക്കി ഇവ ക്ലാസ്സിലുള്ളവർക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. അതെ മിസ്സേ, ആ രണ്ടാമത്തെ സെയിം അല്ലേ? ഒന്ന് അനിമൽസും രണ്ടാമത്തത് വസ്തുക്കളും മിസ് പറഞ്ഞ കാണിച്ചു തന്നത് രണ്ടും ഒരുപോലെ അല്ലേ? ഒന്ന് പിക്ചർ വെച്ചിട്ട് ക്രോസ് വേർഡ് എഴുതാനും പിന്നെ മറ്റേത് പേര് എഴുതിയിട്ട് ക്രോസ് വേർഡുകൾ കണ്ടുപിടിക്കാനാണോ? മനസ്സിലായല്ലോ? പിന്നെ മോനെ പറഞ്ഞാണോ എത്രാമത്തെ പോയിന്റാണ്? രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിൽ എങ്ങനെ വ്യത്യാസം വരുന്നത്? രണ്ടും ഒന്ന് തന്നെ അല്ലേന്ന്? ഒരേപോലെയല്ലേ കള്ളി വരച്ച് ചെയ്യേണ്ടത്? എടാ അത് ഒരെണ്ണത്തില് നമുക്ക് ഇഷ്ടമുള്ള ബേർഡ്സിന്റെ ഇമേജസ് നമുക്ക് തരുന്നില്ല. ആദ്യത്തെ ബേർഡ് ബസ്സിലെ ബേർഡ്സ് തരുന്നുള്ളൂ, ഇമേജസ് തരുന്നില്ല. അല്ലെങ്കിൽ ബേർഡ്സിന്റെ നെയിം ആ ബോക്സിൽ ഉണ്ടാവും, നമ്മൾ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ അനിമൽസിന്റെ നെയിം ആ ബോക്സിൽ ഉണ്ടാവും, നമ്മൾ സെലക്ട് ചെയ്യണം. എന്ത് തരുന്നില്ല? ഇമേജ് തരുന്നില്ല. നമുക്ക് ഏതാണ് ആ അനിമൽ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലോസ് വേർഡ്സ് ആണ്, അതിൽ അനിമൽസിന്റെ അല്ലെങ്കിൽ ഇമേജസ് തന്നിട്ടുണ്ട്. ആ ഇമേജസിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ ആ ഇമേജിലുള്ള കാര്യങ്ങൾ ആ ക്രോസ് വേർഡിൽ എഴുതിയാൽ മതി. ഓക്കെ ആണോ? ഓക്കെ. രണ്ടെണ്ണം കാണിച്ചില്ല, അത് രണ്ടും സെയിം ആൽഫബറ്റ് കളർ ചെയ്യാനുള്ളതല്ലേ? അത് ഒന്നില് ആൽഫബറ്റ്സ് ജസ്റ്റ് എന്ത് ചെയ്തു പോവാണ്, ഈ കളർ നോർമൽ ആൽഫബറ്റ്സിന് കളർ ചെയ്യാനാ പറഞ്ഞത്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഒരു ഷെയ്ഡ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളില് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ആൽഫബറ്റ്സ് അതിന്റെ ഉള്ളിലാണ്, ആ ഷെയ്ഡിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ആൽഫബറ്റ്സ് ഒട്ടിക്കുന്നത്. അതിന്റെ ഉള്ളിൽ കളർ ചെയ്യാനാ. രണ്ടും രണ്ട് ആക്ടിവിറ്റി ആണ്. ഓക്കെ, രണ്ടും രണ്ട് രീതിയിലാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ കളർ ചെയ്യണ്ടല്ലോ, അത് ചെയ്താൽ മതിയല്ലോ. നമ്മളത് ചെയ്താൽ മതി. കളർ ചെയ്യാനുള്ള സ്പേസ് ആർക്ക് കൊടുക്കണം? കുട്ടികൾക്ക് കൊടുക്കണം. ഇപ്പൊ ബട്ടർഫ്ലൈയുടെ ഒക്കെ ഇമേജസ് കാണിച്ചിട്ടില്ലേ, അത് ഫുൾ കളർ ചെയ്യാനായിട്ട് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യണ്ട, അത് അവർക്ക് ചെയ്യാനുള്ള സ്പേസ് വരണം. ഓക്കെ, നിങ്ങൾ ചെയ്യരുതിട്ടാ ഈ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസിന്റെ ആൻസർ ഒന്നും നിങ്ങൾ ചെയ്യരുത്. പസിൽസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പസിൽസ് മാത്രം നിങ്ങൾ തയ്യാറാക്കിയാൽ മതി, ആൻസർ ഒന്നും വേണ്ട. ഓക്കെ, എന്താണ്? സ്കെച്ച് യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ, കളർ മനസ്സിലായോ? സ്കെച്ച് വേണ്ട. സ്കെച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ, ക്രയോൺസ് യൂസ് ചെയ്യാം, അല്ല സ്കെച്ച് യൂസ് ചെയ്യരുത്. എഴുതാനൊക്കെ ആവുമ്പോ ക്രയോൺസ്, പെൻസിൽ യൂസ് ചെയ്യാം. കൊടുക്കാൻ കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചത് കളറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്കെച്ച് യൂസ് ചെയ്യരുതെന്ന്. ഓക്കെ ഓക്കെ. നമ്മൾ കളർ ചെയ്യണ്ടല്ലോ മാം? എന്താണ്? നമ്മൾ കളർ ഒന്നും ചെയ്യണ്ടല്ലോ, നമ്മൾ ഇതുപോലെ ചെയ്താൽ പോരെ? നിങ്ങളൊന്നും ചെയ്യണ്ട. ആക്ടിവിറ്റീസ് നമ്മളിപ്പോ ക്വസ്റ്റ്യൻ ആയിട്ട് കുറെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പസിൽസ് ഒക്കെ നമ്മൾ കാണാറില്ലേ മിക്ക ഇതിലും? അപ്പൊ ചെറിയ ചെറിയ എന്താ പറയാ ബുക്കുകളിലൊക്കെ അങ്ങനെ പസിൽസോ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. കളിക്കുടുക്കൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കുമല്ലോ, കളിക്കുടുക്ക് അതേപോലെ ബാലരമയിലൊക്കെ. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ അതൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതിലൊക്കെ കൂടുതലായിട്ട് കുട്ടികൾക്ക്, നമ്മുടെ ചെറുപ്പത്തിൽ ആ ബുക്കാണ് ഞാൻ പറഞ്ഞത്, കൂടുതലായിട്ട് ഇതേപോലത്തെ പസിൽസ് ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു പസിൽസിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ബുക്കുകൾ അവൈലബിൾ ആണ് അല്ലെ മാർക്കറ്റില്? അപ്പൊ അങ്ങനത്തെ ബുക്ക്, അങ്ങനത്തെ കോപ്പി അടിക്കാനല്ല, ജസ്റ്റ് അതേ മോഡലാണ് എന്ന് പറഞ്ഞതുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഇപ്പൊ കാണിച്ച റെക്കോർഡ് പോലെ ആവരുത് നിങ്ങളുടെ ഓരോരുത്തരുടെയും. കാരണം അത് ആ കുട്ടിയുടെ സിഗ്നേച്ചർ ആണ്, ആ കുട്ടിയുടെ റെക്കോർഡാണ്, ആ കുട്ടിയുടെ സിഗ്നേച്ചർ ആണ്, ആളുടെ ക്രിയേഷൻ ആണ്. നമ്മളത് കോപ്പി അടിക്കാൻ പാടില്ല. നമുക്ക് ഇത്രയും നാളെ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് നിങ്ങൾ ചെയ്തതാണ്. സോ നിങ്ങളുടെ റെക്കോർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രിയേഷൻ ആണ്, നിങ്ങളുടെ സിഗ്നേച്ചർ ആയിരിക്കാം അതിൽ കാണാനായിട്ട്. ഓക്കെ, നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ മറ്റ് ഏത് ചാനൽ വഴിയായാലും ഇതൊക്കെ എന്ത് ചെയ്യുക? റെക്കോർഡ് തയ്യാറാക്കുക, നല്ല രീതിയിൽ ചെയ്യാട്ടോ എല്ലാവരും. എന്നത്തേക്ക് വെക്കണം ടൈം? റെക്കോർഡിന്റെ ടൈം പിങ്ക് ടവർ ഉണ്ടാക്കിയോ? നെക്സ്റ്റ് ഫ്രൈഡേ ഒക്കെ അല്ലേ മിസ്സേ? നെക്സ്റ്റ് ഫ്രൈഡേ ബോക്സ് എല്ലാം എന്താണ്? ബോക്സ് ഒക്കെ റെഡി ആക്കി ചാർട്ടോട് ഒട്ടിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഫ്രൈഡേക്ക്, ഈ ഫ്രൈഡേ അല്ല നെക്സ്റ്റ് ഫ്രൈഡേ, February 7th. ഓക്കെ.
ഫെബ്രുവരി 7th. ഇതിന്റെ എന്നത്തേക്ക് വെക്കണം? ഞാൻ date കൊറേ വർക്ക് ചെയ്യാനുള്ളതല്ലേ, മനസ്സിലായില്ല, കുറേ കൊറേ വർക്ക് ചെയ്യാനുള്ളതല്ലേ വരച്ചിട്ട് ഇതായിട്ടൊക്കെ, അപ്പൊ കുറച്ച് ടൈം തരണം. ഓക്കെ, നിങ്ങളുടെ ഒരു മിനിറ്റ് ഞാൻ ടൈം നോക്കട്ടെ, നിങ്ങൾക്ക് ടൈം ഉണ്ടാവും നോക്കട്ടെ കേട്ടോ. അതല്ലേ ഞങ്ങൾ എക്സാം വരുന്നുണ്ടോ? മോഡൽ എക്സാം ഫെബ്രുവരിയിൽ വരുന്നുണ്ടോ? അത് നോക്കട്ടെ എന്നാ പറഞ്ഞത്. ഇല്ല, ഇതാക്കിണ്ട്. ഓക്കെ, February 28th. ഓക്കെ ആണോ? യെസ് മാം. February 28th കംപ്ലീറ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കോർഡ് ഉണ്ട്, അപ്പാരൻസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ രണ്ടുപേരും ഈ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ ഓരോന്ന് എന്ത് ചെയ്യും, പറയും. അത് ഇതേപോലെ അല്ല, റെക്കോർഡ് ജസ്റ്റ് കാണിച്ചൊന്നും തന്നെ പോലെയല്ല, റെക്കോർഡ് ഇട്ടിട്ട് അല്ലെങ്കിൽ PDF ഇട്ടിട്ട് അത് നിങ്ങളെ കൊണ്ട് PDF കാര്യം മേടിച്ച് ഇട്ടിട്ട് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കും. കുറെ കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വെനസ്ഡേ ആരുടെ ക്ലാസ്സാ? വെനസ്ഡേ ആതിര മിസ്സിന്റെ ക്ലാസ് ആണ്. കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെ കേട്ടാ, ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നുള്ളൂ. കഴിഞ്ഞ രണ്ടാഴ്ച ആതിര മിസ്സിന്റെ ക്ലാസ് ആയിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പം ടൈം ടേബിൾ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ട്യൂസ്ഡേ ഇംഗ്ലീഷ് ക്ലാസ്സും വെഡ്നസ്ഡേ ആതിര മിസ്സിന്റെ ക്ലാസ്സും തേഴ്സ്ഡേ ജിഷ മിസ്സിന്റെ ക്ലാസ്സുമാണ് ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ടൈം ടേബിൾ ചേഞ്ച് ആയിട്ടുണ്ടാവും കേട്ടോ. അയക്കും, കാരണം രണ്ടാഴ്ച അങ്ങനെ ആയിരുന്നു ക്ലാസ്. ഓക്കെ, എന്റെ മാത്രമാണ് ടൈം ടേബിളും ചേഞ്ച് ഇല്ല, മൺഡേ ഫ്രൈഡേ. ഓക്കെ മാം, ഒരു കാര്യം ചോദിക്കണമായിരുന്നു മാം. മോഡൽ എക്സാമിന്റെ കാര്യം മാം എന്താ പറഞ്ഞത്? മോഡൽ എക്സാമിന്റെ ആയിട്ടില്ല ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടും കേട്ടോ അതിനെ കുറിച്ചിട്ടുള്ള എക്സാമിനെ. അപ്പം ഫെബ്രുവരിയിൽ ഇല്ല, മോഡൽ എക്സാം ഇല്ലേ? നമ്മുടെ പോർഷൻ തീർന്നിട്ടുണ്ടോ മോനെ? ഇല്ല, തീർന്നിട്ടില്ല. ഇല്ല മാം. അതുകൊണ്ട് ചിലപ്പോ കുറച്ച് ലേറ്റ് ആക്കാം. ഓക്കെ, പോർഷൻ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടാവും. മോഡൽ എക്സാമിന്റെ ഡീറ്റെയിൽസും ടൈം ടേബിളിന്റെയും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പാസ് ചെയ്യും. ഞങ്ങളൊന്നും നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഇവിടെ നിന്ന് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ കളറിംഗ് ബോക്സ് കാണിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം മിസ്സേ എന്നൊക്കെ പറഞ്ഞ് നിന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ കളറിംഗ് ബോക്സിനെ? ഇപ്പൊ കാണിക്കാനായിട്ട് ടൈം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ചാപ്റ്റർ എടുത്തു. കഴിഞ്ഞ ആഴ്ച കാണിച്ചതായാലും മുന്നത്തെ ഒരു ആദ്യം ഞാൻ കാണിച്ചായിരുന്നു. ഓക്കെ, ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു മോഡൽ പോലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? മാം, ഞാനൊന്ന് കാണിക്കാം, പക്ഷെ ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടില്ല. എന്നാലും പറ്റുന്ന പോലെ കാണിക്കാൻ ചെയ്തത്. നമ്മൾ ചെയ്തത് മറ്റുള്ളവർ കാണുമ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം. ഞാൻ അല്ലെ? ഓക്കേടാ, ചിലപ്പോ ഇത്രയും കളേഴ്സേ ഞാൻ ആക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ളതിനൊരു ടൈം കിട്ടിയിട്ടില്ല. കംപ്ലീറ്റ് ചെയ്യണേ. ചെയ്യാം. ഓക്കേടാ, അപ്പൊ നിങ്ങള് ഈ കളറിംഗ് ബോക്സിന്റെ ഒക്കെ റേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്കാർട്ടിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ. നല്ല റേറ്റ് ആണ്, വുഡൻ ആയതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ആണ്. മോൺസോറി മെറ്റീരിയൽസ് 1000 rupees ആണ്. നോക്കി കാണുമല്ലേ? സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാണ്ട് എടുക്കാന്നൊക്കെ വിചാരിച്ച് നോക്കി കാണും. പക്ഷെ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത നിങ്ങളുടെ സ്വന്തം എന്താണ് കളറിംഗ് ബോക്സ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഭയങ്കര വാല്യുബിൾ ആയിരിക്കും. നമ്മൾ പൈസ കൊടുത്ത് എത്ര പൈസ കൊടുത്ത് വാങ്ങിക്കുന്നേക്കാളും നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ലേ നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഒരു മെറ്റീരിയലിനോട്? ശരി മിസ്സേ, ശരിക്കും ഉണ്ട്. ഓക്കേടാ, ഞാൻ കാണിക്കട്ടെ മിസ്? ആരോ പറഞ്ഞിട്ട് ഒരു ഇത് അരച്ചിട്ടുണ്ട്. 2 പേര് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓക്കെ, ഒന്ന് നിജിം ഓക്കെ, നെജിമീട്ടാ മോൻ കാണിച്ചോളോ? ഓക്കെ, കളറിംഗ് ബോക്സ് ഫുൾ കളറാണ് തോന്നുന്നുണ്ട്. ഓക്കെ,
ഓക്കെ ഏകദേശം ഓക്കെ ആണ്. നമ്മൾ സിംഗിൾ കളർ ബോക്സ് ആണ്. സെയിം കളേഴ്സേ കിട്ടിയുള്ളൂ. ഓക്കേടാ, നല്ലതാണ്. ഓക്കെ, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് ഓരോ കളറും എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്താണ്. പക്ഷെ നമുക്കറിയാം പോർഷൻ അത്രയും തീരാനുണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്തോ എന്ന് മാത്രമേ ഞാൻ ഉറപ്പുവരുത്തുന്നുള്ളൂ. നെക്സ്റ്റ് വിജയലക്ഷ്മി കേട്ടാ. വിജയലക്ഷ്മി ഓക്കെ മറ്റേ തൗഷിത. ഓക്കെ തൗഷിത, ഓക്കെ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഓരോരുത്തരുടെ സാഹചര്യങ്ങള്. നമ്മള് മൂവ് ഓൺ ആവാം. ഓക്കെ, വിജീഷ. വിജീഷ ഓക്കേടാ. ചെറിയ ബോക്സ് അല്ലേ മാം? ഇതിൽ പിക്ചർ ക്യാമറ പറ്റണില്ല മാം. ഇത് കവർ ചെയ്യാനും കൂടി ഉണ്ട്, ബോക്സ് ഒന്നും കൂടി കവർ ചെയ്യാം. ലക്ഷ്മി ഒരു മിനിറ്റ് വിജീഷിന്റെ കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ബോക്സ് ഒന്നും കൂടി കവർ ചെയ്യണം, അത് നല്ലതായിരിക്കും കേട്ടോ. നല്ലതാണ് വിജീഷ. ലക്ഷ്മി നമ്മൾ ജസ്റ്റ് ഒരു മോഡൽ, ക്യാമറ അത് മുകളിലൊരു ഇതുണ്ട്, മുകളിലായിട്ടൊരു ആരോ മാർക്ക് ഉണ്ട്. നോക്കി ക്യാമറ ഓൺ ചെയ്തിട്ട് മുകളിലത്തെ ഒരു ആരോ മാർക്ക്, 2 ആരോ മാർക്ക്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. താഴത്തേക്ക് മുകളിലേക്ക് ഒരു ആരോ മാർക്ക് പോലെ, അങ്ങനെയുള്ള ഒരു സ്ക്വയർ പോലത്തെ ഒരു ആരോ മാർക്ക്. ഒന്ന് പറഞ്ഞു കൊടുത്ത പിള്ളേരെ, ഞാൻ സിസ്റ്റം ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ടത് അറിഞ്ഞുകൂടാ. ഈ സ്പീക്കറിന്റെ തൊട്ടടുത്തായിട്ടുണ്ട്. നമുക്ക് ഈ സ്പീക്കറിന്റെ ആ ഒരു സിമ്പലിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. വീഡിയോ ഓൺ ചെയ്യുമ്പോഴാ വരിക. വീഡിയോ ഓൺ ചെയ്തേ മോനെ. ലക്ഷ്മി ഓക്കെ. ലക്ഷ്മി പറ്റില്ല മാം. എടാ വീഡിയോ ഓൺ ആക്കും മോനെ. എന്തെന്ന് വീഡിയോ ഓൺ ആക്കിയോ? ഇനി മുകളില് ഒരു ആരോ മാർക്ക് ഉണ്ട്. റൈറ്റ് സൈഡില് ടോപ്പിലായിട്ട് ഒരു ആരോ മാർക്ക് പോലെ ഉണ്ടാവും, സ്പീക്കറിന്റെ അടുത്തായിട്ട്. സ്പീക്കറിന്റെ അടുത്ത് ഒരു ക്യാമറ പോലെ ഉണ്ട്, മുകളിലോട്ട് ഒരു ആരോ മാർക്ക്, താഴെ ഒരു റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ റൊട്ടേഷൻ. കിട്ടി കിട്ടി. ഓക്കെ, വാവ്, നല്ലതാട്ടോ. താങ്ക് യു മാം. ഓക്കെ, അടുത്തത് നസീബ അല്ല പ്രജീഷ. പ്രജീഷ ഇല്ലേ? പ്രജീഷ. എന്താണ് പേര് പറഞ്ഞ? അബ്സ. ഓളെ പേര് നുസൈബ എന്നാണ്. നുസൈബ എന്താണ്? ഇനി കാണിക്കാന്ന് പറഞ്ഞത് നുസൈബ എന്നാണ് പേര്. നുസൈബ. സൈബ. ഓക്കെ, നോക്ക്. പ്രജീഷ അല്ലെ? അടുത്തത് മെസ്സേജ് വന്നത്. ഓക്കേടാ, ഒന്ന് കവറൊക്കെ നന്നായിട്ട് സ്കൂൾ ബോക്സ് ഒന്നും കൂടി നന്നായിട്ട് കവറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. കുറച്ച് ഭയങ്കര വലുതാകുമ്പോൾ കളറ് ബോക്സ് കുറച്ച് വലുപ്പത്തിലാക്കിനി. ഓക്കെ ഓക്കെ. നൗഷ് കേട്ടോ, ഒരു മിനിറ്റ്. ഇമേജ് കണ്ടില്ല, ഒരു മിനിറ്റ് പിൻ ചെയ്തിട്ടാണ്. അവന്റെ പേരെന്താണ്? ഓക്കെ ഏടാ, കുറച്ച് കളേഴ്സ് ഉള്ളല്ല, ബാക്കിയുള്ളതും കൂടി ഫില്ല് ചെയ്യണം കേട്ടോ. തന്നെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി കളേഴ്സ് ഫില്ല് ചെയ്യണം കേട്ടോ. ഫസാന. 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 ഫർസാന ഇല്ല.
നെക്സ്റ്റ് ശ്രീജ. യെസ് മാം. ശ്രീജ ബാക്ക് ക്യാമറ നോക്കിയാണ് ചെയ്തായിരുന്നു, ബാക്ക് ക്യാമറ വരുന്നില്ല. അത് ഞങ്ങൾ പറഞ്ഞുതരാം ഫസ്റ്റ്. ഒരു മിനിറ്റ് കേട്ടാ. അന്നേല്ല ശ്രീജ കാണിക്കട്ടെ. ഓക്കെ, കളറിംഗ് ബോക്സ് ഇങ്ങനെയാണ്, ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, നല്ലതാണ്. നല്ല കളർഫുൾ ആയിട്ട് കളറിംഗ് ബോക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഫർസാനല്ലേ? ബാക്ക് ക്യാമറ വരുന്നില്ല. മോനെ ആദ്യം ക്യാമറ ഓൺ ആക്ക്. ക്യാമറ ഓൺ ആക്കി മിസ്സേ. ഇവര് പറഞ്ഞുതരും, അതേപോലെ ചെയ്യാം. ജിഷ ആരെങ്കിലും പറഞ്ഞെടുത്തേ. റൈറ്റ് സൈഡില് മുകളിലായിട്ട് ഒരു ആരോ മാർക്ക് ഉണ്ടാവും, കണ്ടോ? 2 ആരോ മാർക്കായിട്ട് സ്പീക്കറിന്റെ സൈഡില് മുകളിൽ റൈറ്റ് സൈഡില് ഫോണിന്റെ ടോപ്പിലായിട്ട് ഒരു സിമ്പൽ ഉണ്ട്. സിമ്പലിൽ നിൽക്കിയാ മതിയോ? ആ സിമ്പലിൽ തൊട്ടാ മതി. വരുന്നില്ല മിസ്സേ. ഞാൻ ഇങ്ങനെ കാണിച്ച കുറച്ച് കളറിങ്ങേ കിട്ടുള്ളൂ എനിക്ക്. ഓക്കേടാ, ബാക്കി കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. മിസ്സേ നമുക്ക് ഈ ഗ്ലേസിംഗ് ഉള്ള മറ്റേ മിനുക്കമുള്ള ആ ഇത് ഒട്ടിക്കാൻ പറ്റുമോ? അത് വേണ്ട, പേപ്പേഴ്സ് തന്നെ കിട്ടൂലേ സാധാരണ. ഓക്കെ മിസ്. ഓക്കെയാണ്, കുഴപ്പമില്ല. നിങ്ങൾ ഈ കളറിംഗ് ബോക്സ് ഒക്കെ ചെയ്യണമെന്ന് ഞങ്ങൾ പറയണത് നിങ്ങളത് ചെയ്ത് നിങ്ങളുടെ കൈവശം വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നിങ്ങൾ ഓരോരുത്തരും അത് നല്ല പറഞ്ഞ രീതിയിൽ തന്നെ നല്ല രീതിയിൽ അത് വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്, അല്ല നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ തരുന്നത്. അല്ലാതെ നിർബന്ധിക്കൊന്നല്ല, നിങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചിന്തയിൽ ചെയ്യണം. ഓക്കെ, അപ്പോ ഞാൻ ഇന്ന് പുതിയ പോർഷൻ എടുക്കുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ യൂണിറ്റ് 6 സ്റ്റാർട്ട് ചെയ്യും, നെക്സ്റ്റ് ഫ്രൈഡേ. ഓക്കെ മിസ്, ഞാൻ നേരത്തെ പറഞ്ഞ 1000 എന്ന കളറിംഗ് ബോക്സ് ഉണ്ട്. 1000 അല്ല, 5000 ആണ് ഉണ്ടാ. 1000 പിങ്ക് ടവറിന് ഉണ്ടായിരുന്നു. പിങ്ക് ടവറിന് മറ്റോ 1000 ആയിരുന്നത്. പിങ്ക് ടവറിന് എനിക്ക് അതിൽ കൂടുതൽ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ മെറ്റീരിയൽസിനൊക്കെ മോണ്ടിസോറി മെറ്റീരിയൽസിനൊക്കെ റേറ്റ് കൂടുതലാണ്. നിങ്ങൾക്ക് അത് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ കുറച്ചും കൂടി നല്ല രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ അതേപോലെ ക്രിയേറ്റ് ചെയ്യും. അല്ലാത്തത് മോണ്ടിസോറി സ്കൂളിലാണെങ്കിൽ അവരത് അവിടെ ഉണ്ടാവും, മൈൻഡ് സെറ്റുകളിൽ ഉണ്ടാവും. അത് യൂസ് ചെയ്യാനൊക്കെ നമുക്ക് പഠിപ്പിക്കും. നിങ്ങൾ പ്രാക്ടിക്കൽ ഏരിയസിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ അത് യൂസ് ചെയ്യാനൊക്കെ പഠിപ്പിക്കും. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി എന്താവും, നല്ല എന്താ പറയാ, നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ തന്നെയാ മാം, വിദ്യ. ഓക്കെ, പറഞ്ഞ വിദ്യ. Success is the sum of all small efforts. Sum of small efforts repeated day in day out. ദിവസം തോറും ആവർത്തിച്ചുള്ള ചെറിയ പരിശ്രമങ്ങളുടെ ആകെ തുകയാണ് വിജയം. സൈൻ ഔട്ട് ബൈ വിദ്യ.